പ്രജിത്ത് ജനറൽ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നാണ് ചേരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യപരിശോധനയ്ക്കായി പത്മകുമാറിനെ എത്തിക്കാൻ ആയോ? പിന്നീട് കൊല്ലം വിജിലൻസ് കോടതിയിലേക്കാണോ കൊണ്ടുപോകുന്നത്? പ്രജിത്ത്, നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. രാവിലെ മുതൽ 10 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ, അതിനുശേഷം ഇപ്പോൾ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നിന്നും പത്മകുമാറുമായി പോലീസ് വാഹനം ഈ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ടാൽ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്താൻ കഴിയും. അങ്ങനെ ജനറൽ ഹോസ്പിറ്റലിൽ എത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം പത്മകുമാറുമായി ഇന്ന് കൊല്ലത്തേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കം, അല്ലെങ്കിൽ അതാണ് അവരുടെ പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. കൊല്ലം കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘം എന്തായാലും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കാൻ തന്നെയായിരിക്കും സാധ്യത. ഈ കസ്റ്റഡിയിൽ എടുത്ത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. ഈ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ്, കവർച്ചാ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് ഈ അറസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിമർശനങ്ങൾ പലതവണ SITക്കെതിരെ ഉയർന്നിരുന്നു. അന്വേഷണത്തിന് വേഗം പോരാ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴും ഏറ്റവും ഒടുവിൽ ഈ സ്വർണ്ണക്കവർച്ചാ കേസിലെ 6ാമത്തെ അറസ്റ്റായി പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനൊരു വലിയ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയവുമായി CPMന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടികളൊന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നുള്ളത്. വലിയ രാഷ്ട്രീയ മാനം പത്മകുമാറിൻ്റെ അറസ്റ്റ് നൽകുന്നു. ഇതുവരെ ഉണ്ടായതുപോലെയുള്ള അറസ്റ്റുകളല്ല CPMന് ന്യായീകരിക്കാൻ കഴിയുന്ന സാഹചര്യവുമല്ല പത്മകുമാറിന്റെ കാര്യത്തിൽ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത്. കാരണം CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, നിലവിൽ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ജില്ലയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നിൽ ഇരിക്കുന്ന ഒരാൾ തന്നെയാണ് പത്മകുമാർ. ഒപ്പം തന്നെ പത്മകുമാറിന് മുൻകാലങ്ങളിൽ വഹിച്ച പദവികൾ, അദ്ദേഹം MLA ആയിട്ടിരുന്ന കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള വളരെ ഉന്നതനായ ഒരു ഏറ്റവും വലിയ CPMനെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം. ഒരു DYFI പ്രവർത്തകനായി തുടങ്ങി CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഒപ്പം കോന്നി MLA ആയിരുന്നു. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരുന്നത്. അപ്പോൾ CPMുമായി അടുത്ത ബന്ധമില്ലാതെ, ഔദ്യോഗിക നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധമില്ലാതെ ഇത്തരം പദവികളിലേക്കൊക്കെ ഒരാൾക്ക് എത്തുക വളരെ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ പത്മകുമാർ ഇത്ര വലിയ നിർണായകമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് CPMന്റെ ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും അല്ലാതെ പത്മകുമാറിനെ പോലെ ഒരാൾ ഇത്ര വലിയൊരു തീരുമാനം എടുക്കില്ല, ഇത്ര വലിയ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കില്ല. അപ്പോൾ പത്മകുമാറിൽ തീരുന്നതല്ല എന്നതല്ലേ നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? പ്രജിത്ത്, അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒന്ന്, പത്മകുമാറുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, പത്മകുമാറിൽ ഈ സ്വർണ്ണക്കവർച്ചയുടെ അന്വേഷണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ അവസാനിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തിന് പത്മകുമാർ കൊടുക്കുന്ന മൊഴികൾ നിർണായകമാണ്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഇപ്പോൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വരെ എത്തി നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നുള്ള ചോദ്യം അതിനിർണായകമാണ്. പ്രത്യേകിച്ച് 2019 കാലത്ത് നമ്മൾ കണ്ടതാണ് ശബരിമലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ പത്മകുമാറും ഈ പറയുന്ന വാസുവും എല്ലാം കൂടെ ചേർന്ന് നടപ്പിലാക്കിയെന്നുള്ളത് കണ്ടതാണെന്ന്. കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെയൊക്കെ മനം തകർക്കുന്ന പല കാഴ്ചകളും നമ്മളവിടെ കണ്ടതാണ്. അതിന് നേതൃത്വം നൽകിയവരാണ് ഇവരെല്ലാവരും എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അന്ന് ഭരണത്തിലിരിക്കുന്ന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി ഈ യുവതി പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നടപ്പാക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച്, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് പത്മകുമാറും വാസുവും ഒക്കെ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ അത്തരത്തിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചിരുന്ന പാവകൾ മാത്രമായി എക്കാലത്തും നിന്നിരുന്ന 2 പേർ, അവർ ഒറ്റയ്ക്ക് ഈ സ്വർണ്ണക്കവർച്ച എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഗൂഢാലോചന നടത്തി ഇത്രയും വലിയൊരു മാസ്റ്റർ പ്ലാൻ ഇട്ട് ഈ സ്വർണ്ണം കവർന്നു കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ വയ്യ. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇനിയും തുടർച്ചയായ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകണം. അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭ്യമാകേണ്ടതുണ്ട്. പത്മകുമാറിന് മുകളിൽ മറ്റൊരാൾ ഈ പറയുന്ന രീതിയിൽ ഒരു സ്വർണ്ണക്കവർച്ചയ്ക്ക് നേതൃത്വം നൽകിയ ഉണ്ടോ എല്ലാവരിലുമുണ്ട്. അത് എവിടം വരെ ആ ഉന്നതരുടെ ലിസ്റ്റ് കടന്നു പോകും എന്നുള്ള ചോദ്യവും ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഈ ശബരിമലയിൽ യുവതീ പ്രവേശന വിധിയുടെ പേരിൽ നടന്ന കോലാഹലങ്ങളൊക്കെ ഈ സ്വർണ്ണക്കവർച്ച മറയ്ക്കാനുള്ള ആസൂത്രിത ശ്രമമായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ ഒരു പക്ഷത്ത് നിന്ന് ഹൈന്ദവ സംഘടനകളടക്കം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ശബരിമല ഈ യുവതീ പ്രവേശന നാടകമൊക്കെ നടപ്പിലാക്കിയതിന് പിന്നിൽ അതിന് അന്ന് നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ അതിനന്ന് നിർദ്ദേശം നൽകിയവർക്കൊക്കെ ഈ സ്വർണ്ണക്കവർച്ചയിൽ പങ്കുണ്ടോ എന്നുള്ള ചോദ്യവും വിശ്വാസികളുടെ മനസ്സിലുണ്ട്. അതിലൊക്കെ ഉത്തരം കിട്ടണമെങ്കിൽ ഈ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുക തന്നെ വേണം. അതിനുശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരിക. ഈ ഘട്ടത്തിൽ പത്മകുമാർ 2020 നടത്തിയ ഒരു പ്രസ്താവന ഈ ഘട്ടത്തിൽ ഇതോടനുബന്ധിച്ച് നമ്മളൊന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. ശബരിമല യുവതീ പ്രവേശനം വിവാദമാക്കിയത് മുഖ്യമന്ത്രിയുടെ പിടിവാശി എന്ന് തുറന്നടിച്ചുകൊണ്ട് അന്ന് പത്മകുമാർ ചില വാക്കുകളൊക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മണ്ഡലകാലത്ത് ശബരിമല യുവതീ പ്രവേശന വിഷയം വിവാദമാക്കിയത്
മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ്. അന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ 2020 പറഞ്ഞ വാക്കുകളാണ് ഇത്. നമ്മൾ നോക്കൂ, നേരത്തെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചവരൊക്കെ പറഞ്ഞത് ഈ 2018 ഈ യുവതീ പ്രവേശം എന്ന് പറയുന്ന കാര്യം അത് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു. അവിടെ നിന്ന് ഹൈന്ദവ സംഘടനകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ബോർഡിൻ്റെയും അതുപോലെ ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ CPMൻ്റെ ആളുകൾക്ക് മാത്രം അവിടെ ചെന്നെത്താവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ ഒരുക്കുകയുണ്ടായി, അവിടെ സംഘർഷത്തിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ പത്മകുമാർ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കൊള്ള ഏത് ലെവലിൽ ഏത് ഉന്നത തലത്തിൽ നിന്ന് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ് എന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായും തോന്നുന്നില്ലേ? അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ദൈവതുല്യർ എന്നുള്ള പത്മകുമാറിൻ്റെ പരാമർശവും നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ആരാണ് പത്മകുമാറിൻ്റെ ദൈവതുല്യർ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്നുമുണ്ട്. അപ്പോൾ സമാനമായിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ ഭക്തരുടെ മനസ്സിലുമുണ്ട് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്കും അന്നത്തെ ശബരിമലയിൽ യുവതീ പ്രവേശന വിധിയുടെ പേരിൽ സർക്കാരും CPMും ദേവസ്വം ബോർഡും ഈ വാസുവും പത്മകുമാറും എല്ലാം കൂടെ ചേർന്ന് കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കും അതും ഭക്തരുടെ മനസ്സിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് ചേർത്ത് വായിക്കപ്പെടുന്നതുമുണ്ട്. അന്ന് ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് മറപിടിക്കാനാണോ യുവതീ പ്രവേശന വിവാദം ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ ഉയർന്നു നിൽപ്പുണ്ട്. അതിൽ അന്വേഷണങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അങ്ങനെ സംശയിച്ചാലും തെറ്റ് പറയാൻ കഴിയില്ല നീലിമ. കാരണം ഭക്തർക്ക് അത്രയധികം സംശയങ്ങൾ ഇപ്പോഴും ആ വിഷയങ്ങളിൽ നിലനിൽപ്പുണ്ട്. അതിന് പിന്നാലെ സ്വീകരിച്ച നിലപാടുകൾ, നയങ്ങൾ, സർക്കാരിൻ്റെ പിടിവാശി, അതിൽ ഭക്തരുടെ മനസ്സ് നൊന്തത്, അതിനുശേഷം അന്ന് ആ സ്വർണ്ണക്കവർച്ചയിൽ അല്ലെങ്കിൽ അന്ന് ആ യുവതീ പ്രവേശന വിധിയിൽ ഗ്രൗണ്ടിലിറങ്ങി കാര്യങ്ങൾ നടപ്പിലാക്കിയവരെല്ലാം അന്ന് സർക്കാരിന് വേണ്ടി ശബരിമലയിൽ ഈ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിയവരിൽ ഒരു നല്ലൊരു ശതമാനവും ഇപ്പോൾ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി ആരുടെയൊക്കെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിൽ മറുപടി നൽകേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ഇപ്പോൾ പത്മകുമാറിൽ എത്തി നിൽക്കുന്നു ഈ അന്വേഷണം എന്നുള്ളത് ഒരു പരിധിവരെ ആശ്വാസകരമാണ്. അപ്പോഴും ചില താമസം, അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാകുന്ന ചില സമയ നഷ്ടമൊക്കെ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കേസ് വരുന്നതും പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നതും ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന ചില ഒരു മെല്ലെപ്പോക്ക് അത് വിമർശനത്തിന് വിധേയമായിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട CPM നേതാവ് ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ ആ ഗൂഢാലോചന നടത്തിയ സംഘത്തിൽ ഒരാൾക്ക്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPMൻ്റെ നിലവിൽ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, ഒരു CPM നേതാവ് കൂടി ഈ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട CPM നേതാക്കൾ, രണ്ട് പ്രധാനപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്, പ്രതികളാണ് എന്നുള്ളതാണ്. അപ്പോൾ CPMകാർ കൊണ്ടുവന്ന് CPMകാരാൽ ശബരിമലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശബരിമലയും അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുത്ത രണ്ട് CPM നേതാക്കൾ കൂടി കേസിൽ അറസ്റ്റിലായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെ ഏറ്റവും കടുത്ത പ്രതിരോധത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് എ പത്മകുമാറിന്റെ അറസ്റ്റ്, തൊട്ടു മുൻപ് N വാസുവിന്റെ അറസ്റ്റ്. അങ്ങനെ CPM ഈ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പ്രതിരോധത്തിലാകുന്ന മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പത്മകുമാർ എന്ന് പറയുന്നത് പത്തനംതിട്ട CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, മുൻ MLA ആണ്, മുൻ ബോർഡ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ, പാർട്ടിയിലെ ബന്ധങ്ങൾ എല്ലാം മറനീക്കി പുറത്തു വരുന്ന ഒരു ഘട്ടം. ഈ സ്വർണ്ണക്കൊള്ളയിൽ ആരെല്ലാം ഇനി ഉൾപ്പെട്ടിട്ടുണ്ട്? ഉന്നത നേതൃത്വത്തിൻ്റെ അറിവോടെയാണോ ഇത്തരത്തിലുള്ള വലിയ കൊള്ള ശബരിമല സന്നിധാനത്ത് നടന്നത് എന്നതടക്കമുള്ള വലിയ ചോദ്യങ്ങളിലേക്കാണ് ഇനി വരും മണിക്കൂറുകൾ വരാൻ പോകുന്നത്. ഏതായാലും പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ്.